ആരവ് ഉറക്കം വിടാതെ തല ചരിച്ച് അരികിൽ കിടക്കുന്നവളെ നോക്കി. ഈ നിത്യ വെളുക്കനെ ഇളിച്ചു. അവൻ കണ്ണുകൾ മുറുകെ അടച്ചു. രാവിലെ കണി കണ്ടത് നിന്റെ പല്ല, അറിയോ? എൻ്റെ ദൈവമേ, ഇതിന് ഇന്നലെ ഇളകിയതാ, ആരവ് പറഞ്ഞു. ആരവേട്ട, അമ്മ പതിയെ പതിയെ നടന്നു തുടങ്ങി. ഓ, എന്ത് സന്തോഷം! വീണ്ടും വീണ്ടും എന്തൊക്കെയോ പറയുന്നു. എൻ്റെ കൊച്ചേ, ഇതല്ലേ ഇന്നലെ രാത്രിയും പറഞ്ഞത്? സന്തോഷം കൊണ്ടല്ലേ ആരവേട്ട? അല്ല, അമ്മ നടന്നു തുടങ്ങിയിട്ട് ദിവസം കുറച്ചായി. ഇന്നലെ മുതലാണോ നിനക്ക് സന്തോഷം വരാൻ തുടങ്ങിയത്? നിത്യ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് കയറിയതും അവൻ വീണ്ടും കണ്ണുകൾ അടച്ചു. ചുണ്ടിൽ ചിരി നിറഞ്ഞു. നിമിഷങ്ങൾക്ക് ശേഷം കൈക്കുള്ളിലേക്ക് എന്തോ തിരികെ കയറ്റിയതുപോലെ അവന് തോന്നി. കൈ വെള്ളയിലിരിക്കുന്നതിൽ 2 ചുവന്ന വര. ആരവ് ചാടി എഴുന്നേറ്റു. ഇപ്പം മനസ്സിലായോ സാറേ? നിതൂട്ട ഉറക്കെ വിളിച്ചു പോയി. അവൾ അവനെ അടുത്തിരുന്നു. നമ്മുടെ വാവ, ഒരു ചെറിയ സംശയം. ഇത് വാങ്ങാനാ ഇന്നലെ മെഡിക്കൽ ഷോപ്പിൽ കയറണം എന്ന് പറഞ്ഞത്. നിത്യ ആരവിൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. എന്നിട്ട് എന്താടി എന്നോട്? അത് ഉറപ്പിച്ചിട്ട് പറയാം എന്ന് വെച്ചു. എൻ്റെ ആരൂട്ടൻ ഒരുപാട് സന്തോഷിച്ചിട്ട് ഒടുക്കം ഇല്ലെങ്കിലോ സങ്കടാവില്ലേ? അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. കണ്ണിലേക്ക് നോക്കി. ലവ് യു നിതൂട്ട. ലവ് യു ടു, തിരികെ അവളും പറഞ്ഞു. പിന്നെ ഇന്നു മുതൽ ഞാൻ ഓഫീസിലേക്കില്ല. എനിക്ക് ആ ജോലി വേണ്ട. വീട്ടിൽ എൻ്റെ കുഞ്ഞുവാവയും അമ്മയെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ചു. എൻ്റെ നിത്തൂസിൻ്റെ ഇഷ്ടം എന്തായാലും എനിക്ക് പോയേ പറ്റൂ. അഫി ഇല്ലാത്തതല്ലേ. ആദ്യം വരുവാണേൽ നേരത്തെ വരാം, ഹോസ്പിറ്റലിൽ പോകാം. അവൾക്ക് എതിരഭിപ്രായവും നിർബന്ധവും ഒന്നുമില്ല. ആദി, നീ ഇന്ന് ഓഫീസിലേക്കല്ലേ? സ്റ്റെപ്പുകൾ ഇറങ്ങി വരുമ്പോൾ വർമ്മ ചോദിച്ചു. അവൻ പുഞ്ചിരിച്ചു. നാളെ ഞാൻ കല്യാണത്തിന് ഡേറ്റ് എടുക്കാൻ പോവാം, വർമ്മ ഉച്ചത്തിലാണ് പറഞ്ഞത്. ഇന്ദുജ അത് കേൾക്കണം എന്ന ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. വിളിച്ച് കൂവണ്ട, എന്നെ ആ കല്യാണത്തിന് പ്രതീക്ഷിക്കേണ്ട. കണ്ട അനാഥ പ്രേതങ്ങളെ അനുഗ്രഹിക്കാനും ആനയിക്കാനും എനിക്ക് പറ്റില്ല. ആദ്യം അവരെ കൂർപ്പിച്ച് നോക്കി. അനുഗ്രഹിക്കാൻ ഭിക്ഷക്കാരെ വിളിച്ചാലും ഇന്ദുജ വർമ്മയെ ക്ഷണിക്കുന്ന പ്രശ്നമില്ല, ആദ്യം കടുപ്പത്തിൽ പറഞ്ഞു. കുറച്ചുനാൾ മുന്നേ വരെ അവൻ്റെ മനസ്സിൽ പെറ്റമ്മയാണല്ലോ എന്ന സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ ലക്ഷ്മിയോടുള്ള അവരുടെ പ്രവൃത്തി അവനെ ആ അമ്മയിൽ നിന്ന് വരെ അകറ്റി. ആദിയും വർമ്മയും പോയതും നിധി സങ്കടത്തോടെ ഇന്ദുജയെ നോക്കി. പിന്നെ പൊട്ടിക്കരഞ്ഞു. അഫിയെ എനിക്കിനി കിട്ടില്ല, അത് ഞാൻ ഉറപ്പിച്ചു. അവളുടെ കണ്ണുകൾ കുറുകി. സമാധാനിക്ക് മോളെ, അഫി വരട്ടെ. ഛേ, ഈ തള്ള. നിധി പിറുപിറുത്തു. അവൻ വന്നിട്ട് എന്തിനാ? എനിക്കിനി അവനെ വേണ്ട, പകരം ആദി മതി, വെട്ടി തുറന്ന് പറഞ്ഞു. മോളെ, ഇന്ദുജ അന്തം വിട്ട് നിന്നുപോയി. രണ്ടുപേരും കാണാൻ ഒരുപോലെയല്ലേ? അവൾ ചിണുങ്ങി ചിരിച്ചു. നോക്കാം. അതിന് നമ്മൾ അവിടെ പോകേണ്ടി വരും, ഗസ്റ്റ് ഹൗസിൽ. അവളെ നേരിട്ട് കണ്ട് സംസാരിക്കണം. ഞാനതിനെ കുഞ്ഞിലേ കണ്ടതാ, ഇന്ദുജ പറഞ്ഞു. ഓഫീസിലേക്കുള്ള യാത്രയിൽ തന്നെ ഒരു കാറ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ആദിക്ക് മനസ്സിലായി. നിന്റെ സമയം അത് കഴിഞ്ഞു മോനെ. ആള് നിന്റെ പിന്നാലെയാ, നീ എൻ്റെ പിന്നാലെയും. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നിന്നവരുടെ ഹൃദയങ്ങൾ ഉച്ചത്തിൽ മിടിച്ചു. സിദ്ധുവിനായുള്ള കാത്തിരിപ്പാണ്, ഒപ്പം പ്രാർത്ഥനയും. മണിക്കൂറുകൾക്ക് ശേഷം പുറത്തേക്ക് വന്ന ഡോക്ടറുടെ ചുണ്ടിലെ ചിരി. അഫി നെഞ്ചുഴിഞ്ഞു. കീർത്തിയും ഡോക്ടർക്കൊപ്പമുണ്ട്. ഹീസ് ഓൾ റൈറ്റ് നൗ. ഡോക്ടർ പോയതും മാധവൻ അവനെയാണ് നോക്കിയത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ദൈവത്തിൻ്റെ പിറവി പോലെ മുന്നിൽ വന്നു നിന്നവൻ അഭിമന്യു വർമ്മ. എല്ലാവരുടെയും നോട്ടം തന്നിലാണ് എന്നറിയുമ്പോൾ, അവരുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ അവൻ്റെ കണ്ണുകളും അറിയാതെ നിറഞ്ഞു പോയിരുന്നു. അഫി, വിതുമ്പലോടെ അവൾ അവനെ കെട്ടിപ്പിടിച്ചു. സിദ്ധുവിനെ ICUവിലേക്ക് മാറ്റി. സീതയും മാധവനുമാണ് അവനെ കാണാൻ കയറിയത്. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ കിടക്കുന്നവനെ കണ്ടതും അവർക്ക് കരച്ചിൽ വന്നു. അയ്യേ, എന്തിനാ ലക്ഷ്മി കരയുന്നേ? നമ്മുടെ സിദ്ധൂട്ടൻ ഓക്കെയാ. ചെറിയൊരു ബ്രീത്തിങ് പ്രോബ്ലം. നോർമൽ ആകുമ്പോൾ അതിങ്ങി മാറ്റും. കീർത്തനയാണ് പറഞ്ഞത്. ICUവിന് മുന്നിൽ ഇനി നിൽക്കേണ്ടതില്ല എന്നതുകൊണ്ട് എല്ലാവരും റൂമിലേക്ക് പോയി. സർജറിയുടെ കാര്യം ഓർത്ത് രാത്രി ഉറക്കമില്ലാതിരുന്നത് കൊണ്ടാവാം മാധവൻ ഉറക്കം പിടിച്ചു. അച്ചമ്മയും ക്ഷീണത്തോടെ കിടന്നിരുന്നു.
രണ്ടുപേരും ഉറക്കമായി എന്ന് തോന്നിയതും കയ്യിലിരുന്ന ഫോണിൽ നിന്നും അവൻ മിഴികൾ ഉയർത്തി. ലക്ഷ്മി ഗഗനമായ ആലോചനയിലാണ്. അഫി മുരടനക്കി. അവൾ പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. അവൻ തുടയിൽ തട്ടിയതും ആ കുഞ്ഞിക്കണ്ണുകൾ വല്ലാതെ തിളങ്ങി. വേണ്ട കേട്ടോ, അവര് ഉറങ്ങുവാ സീത. രാവണൻ ശബ്ദമൊന്നും ഉണ്ടാക്കിയേയില്ല. എന്ത് ശബ്ദം? അവൻ ചുണ്ടിലൊന്ന് തഴുകി. ലക്ഷ്മി എഴുന്നേറ്റ് അവൻ്റെ മുന്നിൽ നിന്നു. പെട്ടെന്ന് മുട്ടുകുത്തി നിലത്തിരുന്നു. അഫി അവളെ സംശയത്തിൽ നോക്കി. അവൻ്റെ ഇരു കാലിലും കൈകൾ വെച്ച് അമർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സീത, ശാസനയുടെ സ്വരം. പ്ലീസ് അഫി, എനിക്കിപ്പോൾ ഇതാണ് തോന്നുന്നത്. ഞാൻ എത്ര തന്നെ ഓടിപ്പിടിച്ച് ജോലി ചെയ്താലും സിദ്ധൂട്ടൻ്റെ സർജറിക്കുള്ള കാശ് തരപ്പെടില്ല എന്ന് നന്നായി അറിയാമായിരുന്നു. ദൈവം ആ ഒരാളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. എന്നാ ഒരു കാര്യം ചെയ്യ്. ദൈവത്തിനോട് നിന്റെ സന്തോഷം അറിയിക്ക്. എൻ്റെ കാലിൽ. അത് വേണ്ട സീത. അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ചേർത്തിരുത്തി. സോ ക്യൂട്ട് ലച്ചുമ. ഓരോ ദിവസം ചെല്ലും തോറും സുന്ദരിയായി വരുവാണല്ലോ എൻ്റെ ദേവി. എപ്പോഴാ ഒന്ന്? ലക്ഷ്മിയുടെ കണ്ണുകൾ പിടച്ചു. ഇന്നായാലോ? അവളിൽ നിറഞ്ഞു നിൽക്കുന്നത് അഭിമന്യുവിനോടുള്ള പ്രണയമാണ്. ആ ഒരാകാംക്ഷയിൽ തന്നെ പറഞ്ഞു. അഫി തല വിലങ്ങനെ കുലുക്കി. മമ്മയെപ്പോലെ ഈ മോനും എന്നെ വഞ്ചിക്കുവാണോ? അവസാനം എഗ്രിമെൻറ്റിലുള്ളതൊന്നും നടക്കാതെ ഞാൻ ആ പടി ഇറങ്ങേണ്ടി വരുമോ? ഇതാണ് നിനക്ക് സംശയരോഗമാ? ചെക്കനെ തൊട്ടവനെ എനിക്ക് വേണം സീത. വേണ്ടാന്ന് അവൾ പറഞ്ഞില്ല. മാഡത്തിന് അത് കൊടുത്തത് ഇവനാണ് അല്ലേ അഫി? അവനും കൂടെ ശീതളും ശില്പയും. മൂന്നിനെയും ഒരുമിച്ച് കിട്ടണം എനിക്ക്. അഫിയുടെ കൈകൾ അവളിലെ മാർദ്ദവം അറിയുന്നു. ലക്ഷ്മിയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയതും അവൻ ആ കണ്ണിനെ നാവിനാൽ തഴുകി. ഒരു ഉൾക്കിടലത്തോടെ അവനെ നോക്കി. എന്തിനാ അഫി വെറുതെ എന്നെ? സാരമില്ല, ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. എൻ്റെ സീതാദേവിക്കുള്ളത് ഞാൻ തരും. നിന്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് രാവണൻ്റെ പ്രണയത്തിൻ്റെ അംശം. അവൾക്ക് നാണം വന്നു. അഫി, അച്ചമ്മയ്ക്ക് വയ്യാത്തതല്ലേ? നിങ്ങൾ വീട്ടിൽ പോയിക്കോ. ഞാനും അച്ഛനും ഇവിടെ നിൽക്കാം, സീത പറഞ്ഞു. ഒപ്പം മാധവനും. കുറച്ച് നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം അവൻ സമ്മതം അറിയിച്ചു. ചെറിയ ഇരുട്ട് വീണ് തുടങ്ങുമ്പോഴാണ് അവർ പോയത്. കണ്ണിൽ നിന്നും പ്രിയപ്പെട്ടവൻ്റെ രൂപം മറഞ്ഞതും ലക്ഷ്മിയുടെ ഹൃദയം വിങ്ങിപ്പോയി. ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് കീർത്തിയും പോയി. മാധവൻ ചായ കുടിക്കാനായി ക്യാൻറ്റീനിലേക്ക് പോയ സമയം ഒരു നഴ്സ് ICUവിന് പുറത്തേക്ക് വന്നു. കുട്ടി, ദേ ഈ മരുന്ന് പെട്ടെന്ന് വാങ്ങി വരണം. അവൾ പ്രിസ്ക്രിപ്ഷൻ വാങ്ങി. പിന്നെ ഹോസ്പിറ്റലിന് കുറച്ച് മാറിയുള്ള ഷോപ്പിൽ കാണും. ഇവിടെ സ്റ്റോക്ക് തീർന്നു. എൻ്റെ തെറ്റാ. ഡോക്ടറോട് പറയരുത് പ്ലീസ്. ലക്ഷ്മി പുഞ്ചിരിയോടെ നടന്നതും അവരുടെ ഫോൺ ശബ്ദിച്ചു. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പ്രകാശമുണ്ട്. വലിയ തിരക്കില്ല. പെട്ടെന്ന് നടന്നു. മെഡിസിൻ വാങ്ങി തിരികെ ഇറങ്ങുമ്പോൾ ചെറുതായി മഴയും പെയ്തു തുടങ്ങി. നശിച്ച മഴ. കുട പോലും എടുത്തില്ല. കുറച്ച് സമയം കടയുടെ ഓരത്ത് നിന്നു. മഴ തോർന്നതും അവിടെ നിന്നിറങ്ങി. ഒരു കാറിൻ്റെ ഇരമ്പൽ കേൾക്കുന്നുണ്ട്. പിന്നെ ആരുടെയൊക്കെയോ കാൽപ്പെരുമാറ്റവും. തിരിഞ്ഞു നോക്കാൻ തോന്നി. പക്ഷേ അവൾ വേഗത്തിൽ നടന്നു. നടക്കുന്നതിനനുസരിച്ച് അവരും അവളെ പിന്തുടരുന്നു. യാദവാകും. പഴയതുപോലെ ഒരു പേടി അവൾക്ക് തോന്നിയില്ല. എനിക്ക് വേണ്ടി അഭിമന്യു വരും. ഉറച്ച വിശ്വാസത്തിൽ ചുണ്ടുകൾ മന്ത്രിച്ചു. പെട്ടെന്ന് മുന്നിൽ ഒരു കാറ് വന്നു നിന്നു. അവനിറങ്ങി. ചുണ്ടിൽ വഷളൻ ചിരി. ഓ, നീ അങ്ങ് മാറിപ്പോയല്ലോ ലച്ചു. സിദ്ധൂട്ടന് സുഖായോ? പാവം. അവൻ്റെ നോട്ടത്തിൽ അവളൊന്ന് പകച്ചു. ഒന്ന് പോടാ, ബീറോടെ പറഞ്ഞു നടന്നു. പിടിച്ച് വണ്ടിയിൽ കയറ്റടാ. ഗുണ്ടകൾക്ക് നേരെ അവൻ ആക്രോശിച്ചു. അപ്പോഴാണ് പിന്നിൽ നിൽക്കുന്നവരെ അവൾ നോക്കിയത് പോലും. 3 പേർ. കണ്ടാൽ പേടി തോന്നുന്ന രൂപം. മരുന്നും മുറുകെ പിടിച്ച് ഓടി. കണ്ണിൽ തുളച്ച് കയറുന്ന പ്രകാശം. ലക്ഷ്മിക്ക് ചിരി വന്നു പോയി. കുറച്ച് മാസങ്ങൾക്ക് മുന്നേയുള്ള ഒരു രാത്രിയാണ് ഓർമ്മയിലേക്ക് വന്നത്. അവൾ നിന്നു. ഇനിയിപ്പോൾ എന്തായാലും ഓടുന്നില്ല. അവൾക്ക് ഇത്രയും ധൈര്യം എങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വയ്യാതെ യാദവും ഗുണ്ടകളും പരസ്പരം നോക്കി. ഒരേ സമയം 2 കാറുകളാണ് റോഡിൻ്റെ ഇരു സൈഡിൽ നിന്നും വന്നത്. രണ്ടും നിശ്ചിത അകലം വിട്ട് നിന്നു. വൈറ്റ് കാറിൽ നിന്ന് ഇറങ്ങിയത് അഭിമന്യു ആണ് എന്ന് തന്നെ അവൻ ഉറപ്പിച്ചു. ബ്ലാക്ക് കാറിൽ നിന്ന് ഇറങ്ങുന്നവനെ കൂടി കണ്ടതും യാദവ് തലയൊന്ന് കുടഞ്ഞു.
ഓ, നിനക്ക് എന്തു പറ്റി യാദൂട്ടാ? തല ചുറ്റുന്നുണ്ടോ? BP തലയ്ക്ക് കയറിയോ? അഫിയുടെ ചോദ്യം ഗുണ്ടകൾ മൂന്നിനെയും ആദി ഇടിച്ച് ചുരുട്ടുന്നുണ്ട്. അവന്മാർ നിലത്ത് കാലും കൈയുമിട്ട് അടിച്ച് കരഞ്ഞു. അഫി ലക്ഷ്മിയുടെ തോളിലൂടെ കൈയിട്ടു. ഇപ്പോ ആളെ മനസ്സിലായില്ലേ? പിന്നെ ലവൻ എൻ്റെ ചേട്ടനാ. വലിയ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് 2 സെക്കൻഡ്. ലക്ഷ്മിയെ അകത്ത് നിർത്തി. ആദ്യത്തെ അടി അവൻ്റെ കഴുത്തിലേക്ക് തന്നെ കൊടുത്തു. അഫിയും യാദവും വിട്ടുകൊടുക്കുന്നില്ല. ലക്ഷ്മി പകപ്പോടെ ആദിയെ നോക്കി. അവൻ കണ്ണ് ചിമ്മി. പിന്നെ യാദവ് തളർന്നു തുടങ്ങി. അഫി ആവേശത്തിൽ അവനെ പ്രഹരിക്കുന്നു. അഫി, മതിയടാ. നിലത്തേക്ക് വീണ് പോയവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുമ്പോൾ ആദി പറഞ്ഞു, നീ എൻ്റെ ചെക്കൻ്റെ നെഞ്ച് ചവിട്ടി ചതച്ചു അല്ലേടാ പന്നി. വയ്യാത്തതാണെന്ന് അറിയാം, കൊല്ലാൻ ചെയ്തതല്ലേ? അഫി അവനെ തൂക്കിയെടുത്തു. പകലെല്ലാം ആ വീട്ടിനുള്ളിൽ എൻ്റെ പെണ്ണിൻ്റെ കൂടെ അഭിമന്യു പതുങ്ങി ചേർന്നത് യാദവെന്ന ചെന്നായെ പിടിക്കാൻ വേണ്ടി തന്നെയാ. നിന്റെ ആൾക്കാർ കൊച്ചിയിൽ ഇവൻ്റെ പിന്നാലെ ഓടിയപ്പോൾ ഞാൻ നിനക്കും നിന്റെ മറ്റവൾക്കും ഒപ്പം ഉണ്ടായിരുന്നു. ആദിയുടെ കാറിലേക്ക് അവനെ കയറ്റാനൊരുങ്ങിയതും യാദവ് കുതറി. അഫി എന്തോ ഒന്ന് അവൻ്റെ മുഖത്തേക്ക് സ്പ്രേ ചെയ്തതും ആള് മയങ്ങി. സീറ്റിലേക്ക് പിടിച്ചു തള്ളി ഡോറടച്ചു. ആദി, ആ വിളിയുടെ അർത്ഥം അവന് നന്നായി അറിയാം. നിന്റെ സ്ഥിരം സ്ഥലം അല്ലേ? ആദി ചോദിച്ചു. അഫി തല കുലുക്കി. ശരി മോളെ, ആദി സാറ് പോട്ടെ. അതിൽ ഒരു കളിയാക്കലുണ്ടായിരുന്നു. ലക്ഷ്മിക്ക് സങ്കടം വന്നു. ഇതേ വിഷമം എനിക്കും ഉണ്ടായി, അറിയോ? ആദി അവളുടെ തലമുടിയിൽ വാത്സല്യത്തോടെ തഴുകി. സോറി ആദിയേട്ടാ. ഇറ്റ്സ് ഓക്കെ. ഞാൻ സിദ്ധൂട്ടനെ കാണാൻ വീട്ടിൽ വരാട്ടോ. അവൻ പോയി. അവൾ കാറിൽ കയറിയിരുന്നു. തല താഴ്ത്തി പിടിച്ചു. പുറത്തു പോയതിന് വഴക്കു പറയും എന്ന പേടിയാണ്. എന്താ സീത, നിന്റെ കമ്മലോ മാലയോ നഷ്ടപ്പെട്ടു പോയോ? അതാണോ പരതി പിടിച്ചു നോക്കുന്നത്? അവൻ ദേഷ്യത്തിലല്ല എന്ന് തോന്നിയതും അവൾക്ക് ആശ്വാസമായി. ആ നഴ്സ് മരുന്ന് വാങ്ങാൻ പറഞ്ഞു. അതാ അഫി. അതിനിപ്പോൾ എന്താ? നിന്നെ അവിടെ ഒറ്റയ്ക്ക് വിട്ട് പോയത് തന്നെ എൻ്റെ സീത വിഡ്ഢിത്തം കാട്ടും എന്ന ഉറച്ച വിശ്വാസത്തോടെയാ. അതുപോലെ തന്നെ ചെയ്തു. ലക്ഷ്മി കണ്ണ് കൂർപ്പിച്ചു. അവനെ പൂട്ടാൻ നീ പുറത്ത് കടന്നേ പറ്റൂ. അതിനു വേണ്ടി നഴ്സിനെ ഏർപ്പാടാക്കിയത് ഞാനാ. അവിടെ കള്ളച്ചിരിയാണ്. ദുഷ്ടൻ. എന്നിട്ട് എന്നോടൊരു വാക്കു പറഞ്ഞില്ല. അവൾ കെറിവോടെ അവൻ്റെ താടിത്തുമ്പിൽ പിടിച്ചു വലിച്ചു. സീതക്കുട്ടി, വേദനിപ്പിക്കാതടി. ലക്ഷ്മിയിൽ ആ സമയം മറ്റെന്തോ ഒരു ഭാവം. ഇതേവരെ അഫിക്ക് മുന്നിൽ പ്രത്യക്ഷമാകാത്ത മുഖം. അവൻ കാറ് സ്റ്റാർട്ടാക്കാതെ അവളിലേക്ക് ചാഞ്ഞു. പറയ്, വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് എൻ്റെ സീതപ്പെണ്ണ്. അവളിൽ നിന്ന് കടിഞ്ഞാൻ വിട്ട് കുതിച്ചു പൊങ്ങുന്ന വികാരങ്ങൾ. അവൻ്റെ ചുണ്ടിലും താഴേക്ക് കഴുത്തിലുമായി അവളുടെ കണ്ണുകൾ ചലിച്ചു. ലക്ഷ്മി പുഞ്ചിരിച്ചു. നീ എന്താ അഫി ഇങ്ങനെ? അവൻ്റെ ചുവന്നിരിക്കുന്ന കവിളിൽ കൈവച്ചുകൊണ്ടാണ് ലക്ഷ്മി പറഞ്ഞത്. അഫി അവളുടെ ചുണ്ടിനടുത്തേക്ക് കവിൾ ചേർത്തു. നിന്റെ ഈ ആഗ്രഹം ആദ്യം നടക്കട്ടെ. ലക്ഷ്മി ഒന്ന് ചുണ്ട് ചേർത്തതേയുള്ളൂ. കണ്ണുനീരിൻ്റെ നനവറിഞ്ഞതും അഫി കണ്ണുകൾ തുറന്നു. മുഖം മാറ്റി. എന്ത് സന്തോഷമായെന്നോ? അഫിക്ക് എന്താന്ന് മനസ്സിലായില്ല. സിദ്ധൂട്ടന് വേണ്ടിയല്ലേ എൻ്റെ ചെക്കനെന്ന് അഫി പറഞ്ഞപ്പോൾ എനിക്ക് ബാക്കി പറയാൻ കഴിയാതെ അവൾ വിതുമ്പുന്നുണ്ട് സന്തോഷം കൊണ്ട്. ഈ സീത അവൻ അമ്മയല്ലേ? അപ്പം എനിക്കും അച്ഛനോളം സ്ഥാനമുണ്ട് ഇല്ലേ? അവൾ കണ്ണുകൾ തുടച്ച് മൂളി. നമ്മുടെ ചെക്കനെ ഇനി ആരും തൊടില്ല. ഇന്ന് അവസാനമായ നീ അവനെ കണ്ടത്. ഇനി കാണില്ല. അഫി, അവൾക്ക് പേടി. ഒന്നുമില്ല, എനിക്കറിയാം എല്ലാം. ഇനിയും വെറുതെ വിട്ടാൽ യാദവ് നമുക്ക് പ്രിയപ്പെട്ടവരുടെ ജീവന് വിലയിടും. സിദ്ധുവും അച്ഛനും അച്ഛമ്മയും അതിൽ പെടും. അത് വേണോ സീത? ദയനീയമായി ഇരിക്കുവാണ് ആ പാവം. അവരെ രക്ഷിക്കുമ്പോൾ അവൻ എന്തേലും പറ്റുമോ എന്ന പേടിയാണ് ഉള്ളിൽ. എനിക്കൊന്നും പറ്റില്ലടി. എൻ്റെ വഴിയിൽ തടസ്സമായി നിന്നതും ഞാൻ തോറ്റു തന്നതും തിരിഞ്ഞു നടന്നതും ഒരു പെണ്ണിൻ്റെ മുന്നിൽ മാത്രമാണ്. അവൾക്ക് വേണ്ടി തിരികെ വരും സീതാലക്ഷ്മി. അവൻ നീട്ടി വിളിച്ചു. അഫി മാത്രമാണ് ഈ പേരിനെ ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടുള്ളത് എന്നവൾ ഓർത്തു. ആദ്യം സീതാലക്ഷ്മി എന്ന് കനത്തിൽ വിളിച്ചു. പിന്നെ അത് സീതയായി. ഇടയ്ക്ക് ലക്ഷ്മിയും.
എപ്പോഴൊക്കെയോ അവന് സീതാദേവിയുമായി. അവൾ ചിരിച്ചു.